ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാന്നിധ്യമായി കണ്ണൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയങ്കരനായ കെ സുധാകരൻ അവർ പുതുവാച്ചേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി നമ്മുടെ മുമ്പിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ ആഴ്ചകളേ ഉള്ളൂ ഒരു സർക്കാർ വരാൻ. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ അത് എങ്ങനെയുള്ള സർക്കാരാവണം, ഏത് രീതിയിലുള്ള സർക്കാരാവണം എന്ന് പറയാൻ, അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പുതിയ സർക്കാർ ഉണ്ടാകുന്നതിന് മുമ്പ് പാർലമെന്റിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന എംപിമാർ, അവരുടെ യോഗ്യത, അവരുടെ കഴിവ്, അവരുടെ മികവ്, ഇതിനൊക്കെ വിലയിരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചാണ് ഞാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ എനിക്ക് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം തന്നിട്ടുണ്ട്. സ്നേഹത്തോടെ ഇക്കുറി വരട്ടെ, കുറച്ച് വർദ്ധിപ്പിച്ചു തന്നാൽ സന്തോഷം. ഒരു 10 ദിവസം കഴിയുമ്പോൾ സർക്കാരിന്റെ രൂപീകരണ ചർച്ച ആരംഭിക്കും. ആരാവണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ എല്ലാവർക്കൊന്നും സാധിക്കില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇവിടെ നിശ്ചയിച്ച പ്രധാനമന്ത്രി പണ്ഡിറ്റിയാണ്. ആ പണ്ഡിറ്റിയുടെ പേര് വന്നപ്പോൾ ലോകരാഷ്ട്രങ്ങളിൽ മുഴുവൻ ഭാരത നേതാക്കന്മാരും ഭരണകർത്താക്കളും മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ പറഞ്ഞു പണ്ഡിറ്റിക്ക് പറ്റില്ല, പണ്ഡിറ്റ് ഭരണരംഗത്ത് പരിതപ്രജനല്ല. ഇന്ത്യ പോലത്തെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ തകരും എന്നാണെന്ന് ലോകത്തിലെ രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ അനുഭവം എന്താ പ്രിയമുള്ളവരെ? അനുഭവം ഇന്ത്യ രാജ്യത്തിന് പോലെ പ്രധാനമന്ത്രി ലോകത്ത് കണ്ടിട്ടില്ല. ലോകരാഷ്ട്രം ബഹുമാനത്തോടെ ഇന്നും ആദരിക്കുന്ന പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ്. എന്തുകൊണ്ടെന്നറിയാമോ? ആ പണ്ഡിറ്റിയുടെ പ്രവർത്തനം അത്രമാത്രം നിഷ്ഠൂരമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഇത്രയും വൈവിധ്യങ്ങളുള്ള നാടിൽ പണ്ഡിറ്റ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല, ഒരു വർഗീയ സമരം ഉണ്ടായിട്ടില്ല, പരസ്പരം വിഭജിക്കപ്പെടുന്ന ഒരു തർക്കം ഉണ്ടായിട്ടില്ല. തർക്കം വരുമ്പോ